മരിയമോളെ, ഇതെങ്ങോട്ടാ? ഓ കണ്ട് ഉണ്ടായിരുന്നോ? ആ ത്രേസ്യാൻറ്റി, ഇന്നലെ നമ്മുടെ ജോയലിന്റെ EV ചാർജിങ് സ്റ്റേഷന്റെ ഉദ്ഘാടനം. ഓ ഗോയിസി, 10-30 ലക്ഷം രൂപ പൊട്ടിച്ചെന്നാണല്ലോ കേട്ടെ. ഇതുകൊണ്ടൊക്കെ വല്ല മെച്ചമുണ്ടോ? ചുമ്മാ കാശ് കളയാനായിട്ട്. ഇവനൊക്കെ വല്ല ദീർഘവീക്ഷണം ഉണ്ടായിട്ടാണോ ഈ യുദ്ധത്തിന്റെ സമയത്ത് ഇത്രയും പൈസ മുടക്കി ബിസിനസ് ചെയ്യുന്നേ? ശരിയെന്നാ. ഓ, അനിയനെ പറയുന്നതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയുണ്ട് ഒരു തള്ള, ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ. അവർക്ക് അസൂയ ചേച്ചി. ചേച്ചി, ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ജോയൽ ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നത് കുറച്ച് റിസ്ക് അല്ലേ? എന്റെ ഏടാ, വണ്ടി എടുത്തേ. എടാ, നീ ഇത്ര പഠിച്ചതല്ലേ? അവര് പറയുന്നത് പോട്ടേന്ന് വെക്കാം, നീയൊക്കെ ഇങ്ങനെ പറയാവോ? ഇപ്പൊ തന്നെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് എത്ര പേരാ EV കാറിലേക്ക് മാറിയത്? ഇതിനൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് വേണ്ടേ? എന്റെ അറിവില് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളത് ഗോയിസിക്ക. അപ്പൊ പിന്നെ അവരോട് ബിസിനസ് ചെയ്യുന്നോണ്ടുണ്ടാവുന്ന ലാഭം നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻസ് ആണ് അവർക്ക്. എവിടെ നോക്കിയാലും ഗോയിസി ഗോയിസി ഗോയിസി. 500 കൂടുതൽ കണക്ടേഴ്സാ. നമുക്കെന്താ, വൺസ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻസ് മൊത്തം അവർ ചെയ്തോളും. ഒരു സ്റ്റാഫിനെ പോലും വെക്കണ്ട. ചുമ്മാ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടായിക്കൂടെ? അതല്ലേ പറയുന്നേ. അത് മൊത്തം അവര് ചെയ്തോളും. ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മുടെ മുടക്ക് മുതലും തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്തുവാ? ലാഭം. എടാ, ഈ റിട്ടയർഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ്, NRI ഒക്കെ ഇതല്ലേ പരിപാടി. ഗോയിസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിലാക്സ് ആയിട്ട് പൈസ ഉണ്ടാക്കുക. അവർക്കൊക്കെ ചെയ്യാം, അവരുടെ പൈസ ഇരിക്കല്ലേ. അതുപോലെ നമുക്ക് പറ്റുമോ ചെയ്യും? അതെന്താ പറ്റാത്തെ? എടാ, ഒരു 10-25 ലക്ഷം രൂപ വരെ സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ സ്കീം വഴി EV ബിസിനസിന് ലോൺ കിട്ടും. ബാക്കി നിന്റെ കയ്യിൽ നിന്ന് കൊടുത്താ പോരെ? എന്താടാ ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു. ഈ കയ്യിലിടുന്ന പൈസ എല്ലാം കൊണ്ട് FD ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. FD ഒക്കെ അങ്ങോട്ട് പൊട്ടിക്ക്. അപ്പൊ എങ്ങനെയാ, ഒരു കൈ നോക്കുവല്ലേ? റിലാക്സ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ ഡു ഇൻവെസ്റ്റ് ഇൻ ഗോയിസ്.